കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം നമ്മൾ ശ്ലോകം 12 നമ്മൾ ചെയ്തത്. ഇതിൽ ആ ഭാഗം തന്നെ കുറച്ച് ഭാഗം ഞാൻ ഏതസൻ്റെ വായിക്കാം ഇപ്പോൾ. അതായത് ഞാൻ അച്ഛൻ ഗുരുവാണെങ്കിൽ ഞാൻ അതിനേക്കാളും വലിയ ഗുരുവാണ്, അച്ഛൻ കാട്ടിലേക്ക് പോകാനാണ് പറയണ വെച്ചാൽ ഞാൻ അരുതെന്ന് പറയണമെന്ന് പറഞ്ഞ ഭാഗം ഒന്ന് ഞാനിവിടെ വായിക്കാം കേട്ടോ. എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നതെന്നേ. അതോ തന്നെ നന്ദൻ തന്നോടു ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിന്നു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ, നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന്നു പോയിടുവൻ. പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ളാധി അറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? എന്തു പിഴച്ചതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാ ബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകേണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവവംശവും പിന്നെ മുടിഞ്ഞുപോം. അങ്ങനെയാണ് കൗസല്യ അവസാനം പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ പിന്നെ രാമൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗം നമ്മൾ പറഞ്ഞില്ല. എന്തായാലും ഞാൻ എൻ്റെ പ്രാണനെ ത്യജിക്കുന്നു പറഞ്ഞില്ല, അത് പറഞ്ഞിട്ടില്ല. അതാണെങ്കിൽ നമ്മൾ 13 പറയും. 13 വായിക്കാം. യദി ഗച്ഛസി മദ്വാക്യമുല്ലംഘ്യ നൃപവാക്യത തഥാ പ്രാണാൻ പരിത്യജ്യ ഗച്ഛാമി യമസാദനം. മദ്വാക്യം ഉല്ലംഘ്യ, എൻ്റെ വാക്യത്തെ നിഷേധിച്ചിട്ട്, നൃപവാക്യത ഗച്ഛസി യതി, നീയെ എൻ്റെ വാക്യത്തിനെ അവഗണിച്ചിട്ട് അച്ഛൻ്റെ വാക്കിനെ നീയെ അനുസരിച്ച് പോയാൽ, കാട്ടിലേക്ക് പോയാൽ, അതായത് എൻ്റെ വാക്കിനെ അനുസരിക്കാതെ അച്ഛൻ്റെ വാക്കിനെ അനുസരിച്ച് നീ കാട്ടിലേക്ക് പോയാൽ, തഥാ പ്രാണൻ പരിത്യജ, അപ്പോൾ ഞാൻ പ്രാണനെ കളയും. എന്നിട്ടോ യമസാധനം ഗച്ഛാമി, യമലോകത്തിലേക്ക് ഞാൻ പോവും. അതാണ് ഇതിൽ പറയാം. ദണ്ഡകാരണ്യത്തിന് ആശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. ഞാൻ കാലൻ്റെ രാജ്യത്തേക്ക് പോകുന്ന. അതായത് നീയെ അച്ഛൻ പറയണത് കേട്ട്, ഞാൻ പറയണത് കേട്ടിട്ട് നീ പോവാതിരിക്കണം. അല്ല, അച്ഛൻ പറയണത് കേട്ട് നീ പോവുകയാണെങ്കിൽ എന്നാൽ ഞാൻ എൻ്റെ പ്രാണനെ ഉപേക്ഷിക്കും. അതായത് എന്നാൽ രാജകൽപ്പനയെ അനുസരിച്ച് കാട്ടിൽ പോവാതിരുന്നാലോ? അപ്പം നീ ആലോചിച്ചോളൂ ഏതാണെന്ന്. അതായത് നീ പിന്നെ കാട്ടിലേക്ക് പോയാൽ ഞാൻ മരിക്കും, അപ്പം അമ്മയെ കൊല്ലണതിന് ഇതാണല്ലോ. അപ്പോൾ ഏതാണ് നീ ആലോചിച്ചോളൂ എന്ന് പറയുകയാണ്. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാക്കുകയാണ് ശരിക്ക്. പിന്നെ സങ്കടം കൊണ്ടാണ് കൗസല്യ. നീ അച്ഛൻ പറഞ്ഞത് കേട്ടാൽ ഞാൻ എൻ്റെ പ്രാണൻ ത്യജിക്കും. അപ്പം അമ്മയെ കൊന്നതിന് ഫലമായില്ലേ? അതാണേ എന്താണ്, നീ കാട്ടിലേക്ക് പോയിച്ചാൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞാൽ വല്ലാത്ത വിഷമമില്ലേ? യദി ഗച്ഛസി മദ്വാക്യമുല്ലംഘ്യ നൃപവാക്യത തഥാ പ്രാണാൻ പരിത്യജ്യ ഗച്ഛാമി യമസാദനം. ലക്ഷ്മണോപി തതഃ ശ്രുത്വാ കൗസല്യാവചനം ജുഷാ
ഉവാച രാഘവം വീക്ഷ്യ ദഹന്നിവ ജഗത്രയം. ഇനിയോ കൗസല്യയുടെ വചനം, തഥാ കൗസല്യവചനം ശ്രുത്വ, അതിനുശേഷം കൗസല്യയുടെ വാക്ക് കേട്ടിട്ട് ലക്ഷ്മണനും രുഷ ജഗത്രയം ദഹന്നിവ, ലോകം മുഴുവൻ 3 ലോകങ്ങളെ നശിപ്പിക്കാൻ തക്ക ശക്തിയുള്ള ദേഷ്യത്തോടു കൂടിയവനോ എന്ന് തോന്നുമാറ്. കാരണം അനന്തൻ പാമ്പിൻ്റെ അല്ലേ വലിയ ചുണ്ടിക്കാരനാ. രാഘവം വീക്ഷ ഉവാച, രാഘവനെ നോക്കിയിട്ട് പറഞ്ഞു ലക്ഷ്മണൻ. അതായത് സുമിത്ര പറയൽ കഴിഞ്ഞു, അത് കേട്ടു ലക്ഷ്മണൻ അത് കേട്ടപ്പം അങ്ങോട്ട് ദേഷ്യം വരിക. ഈ ത്രിലോകങ്ങളെ ദഹിപ്പിക്കുമാറുള്ള ദേഷ്യം ഉണ്ടോയെന്ന് തോന്നും. അങ്ങനെ ദേഷ്യം വന്നിട്ട് രാഘവം വീക്ഷ ശ്രീരാമനെ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് പറയാം. നമുക്ക് 14 വായിച്ച് 15 പോവാം. ലക്ഷ്മണോ പിതത ശ്രുത്വ കൗസല്യ വചനം രുഷ, ദേഷ്യം. ഉവാച രാഘവം വീക്ഷ്യ ദഹന്നിവ ജഗത്രയം, ജഗത്രയത്തിനെ ദഹിപ്പിക്കാൻ തക്കവണ്ണമുള്ള ദേഷ്യത്തോടു കൂടി. ഉന്മത്തം ഭ്രാന്തമനസം കൈകേയീ വശവർത്തിനം ബദ്ധ്വാ നിഹന്മി ഭരതം തദ്ബന്ധൂൻ മാതുലാനബി. ദേഷ്യം വന്നിട്ട് എന്താ പറഞ്ഞറിയോ? ഉന്മത്തം, മത്ത് പിടിച്ചവനും, ഭ്രാന്തമാനസം അതായത് മനസ്സിന് വിഭ്രാന്തി വന്നവനും, കൈകേയി വശവർത്തിനം കൈകേയിയുടെ കീഴിലുള്ളവനുമായ ബദ്ധ്വ അയാളെ ബന്ധിച്ചിട്ട് ഭരതനെയും തദ്ബന്ധൂൻ മാതുലാനബി ഭരതൻ്റെ ബന്ധുക്കളെയും അതായത് അമ്മാവനെയൊക്കെ യുധാജിത്തിനെയൊക്കെ നിഹനിക്കുന്നേൻ. എനിക്കിതൊന്നൊരു പ്രശ്നമില്ല, എനിക്ക് അത്ര ദേഷ്യം വരുന്നുണ്ട് പറയുകയാണ്. എന്താ ലക്ഷ്മണൻ പറയണ? ഇനി പിന്നെ എന്താണ്, മത്ത് പഠിച്ചവരെ പോലെയും മനസ്സിന് വിഭ്രാന്തി വന്നവരെ പോലെയും കൈകേയിയുടെ വശവർത്തി അതായത് കൈകേയിക്ക് അധീനൻ കൈകേയി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ രാജാവിനെ പിടിച്ച് കെട്ടിയതിന് ശേഷം, അച്ഛനെ പറയണം കേട്ടോ, ദശരഥനെ പിടിച്ച് കെട്ടിയതിന് ശേഷം ഭരതനെയും അവൻ്റെ ബന്ധുക്കളായ അമ്മാവന്മാരെ ഒക്കെ ഞാനിപ്പോൾ വധിക്കുന്നു. അത്ര ദേഷ്യം വന്നു. അച്ഛനാന്നൊക്കെ മറന്നു ദശരഥൻ. എന്താ പറഞ്ഞ? ഉന്മത്തനും മനോവിഭ്രാന്തി പിടിപെട്ടവനും ഭാര്യയുടെ അധീനനുമായിട്ടുള്ള ഈ നമ്മൾ മലയാളത്തിലൊക്കെ ഇതിലായിട്ട് നമ്മൾ പറയൂലോ, പിന്നെ പെൺകോന്തനാണെന്നൊക്കെ പറയൂലോ, അല്ലെങ്കിൽ ഹെൻബെക്കഡാണെന്നൊക്കെ പറയില്ല. അതുപോലെ പറഞ്ഞു ഭാര്യയുടെ അധീനത്തിലായിരിക്കണ അച്ഛനെ പിടിച്ച് കെട്ടി ആ ഭരതനെയും ഭരതൻ്റെ ബന്ധുക്കളെ മുഴുവൻ ഞാനിപ്പോൾ വധിക്കും എന്ന് പറഞ്ഞു. അച്ഛനെ വധിക്കുമെന്ന് പറഞ്ഞില്ലേ, പിടിച്ച് കെട്ടുന്നേ പറഞ്ഞുള്ളൂ. അച്ഛനായതുകൊണ്ടായിരിക്കണം. അത്ര ദേഷ്യം വന്നു. ഉന്മത്തം ഭ്രാന്തമനസം കൈകേയീ വശവർത്തിനം ബദ്ധ്വാ നിഹന്മി ഭരതം തദ്ബന്ധൂൻ മാതുലാനബി. അതായത് യുധാജിത്തൊക്കെ വന്നുമല്ലോ ഇപ്പം ഈയിടെ, അതുകൊണ്ട് കണ്ടതുകൊണ്ട്. ഇനി 16. അദ്യ പശ്യന്തു മേ ശൗര്യം ലോകാൻ പ്രദഹത പുരാ രാമ ത്വമഭിഷേകായ കുരു യത്നമരിന്ദമ. പുരാലോകാൻ പ്രദഹത മേ ശൗര്യം, എൻ്റെ ദേഷ്യം ഉണ്ടല്ലോ ഈ ലോകങ്ങളെ മുഴുവൻ ദഹിപ്പിക്കും. എന്താ അത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടോ? അനന്തൻ പാമ്പിന് ഈ പ്രളയത്തിന് തൊട്ട് മുമ്പ് ഈ അനന്തൻ പാമ്പിൻ്റെ വായെന്ന് വരണ എന്താ പറയുക, തീ കൊണ്ടാണത്രേ ലോകം മുഴുവൻ കത്തിയെരിയും. അത് കഴിഞ്ഞിട്ടാണ് പ്രളയം. അപ്പോൾ ലോകം മുഴുവൻ കത്തിയെരിയുന്നത് ശരിക്ക് അനന്തനാഗത്തിൻ്റെ വായെന്ന് വരണ തീയോണ്ടാണ്. അപ്പോൾ ആ അനന്തനാഗത്തിൻ്റെ അവതാരമാണല്ലോ ലക്ഷ്മണൻ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്താ പറയണത്? പുരാൻ ലോക പ്രദഹതാമേ ശൗര്യം, പണ്ട് ലോകങ്ങളെ മുഴുവൻ ദഹിപ്പിക്കുന്നതാണ് എൻ്റെ ശൗര്യം, എൻ്റെ എത്ര വീര്യമാണ് എനിക്ക്. അദ്യ പശ്യന്തു, ഇപ്പോൾ കാണട്ടെ, അരിന്തമ രാമ, ശത്രുക്കളെ നശിപ്പിക്കുന്ന ഹേ രാമ. വലിയ അങ്ങ് ശത്രു സംഹാരമൊക്കെ വളരെ ചെയ്യണ ആളല്ലേ. അങ്ങനെ അഭിഷേകായ യത്നം ഗുരു, അഭിഷേകത്തിന് ശ്രമിച്ചോളൂ. ഞാനിപ്പോൾ എന്താ പ്രളയകാലത്തെ ലോകങ്ങളെ മുഴുവൻ ദഹിപ്പിക്കണത് യാതൊരുവനുമോ ആ കാലാഗ്നി രുദ്രസ്വരൂപനാണ് ഞാൻ. ആ കാലാഗ്നി രുദ്രസ്വരൂപനാണ് ഞാൻ എന്ന് മറക്കണ്ടെന്ന് പറയണം. പിന്നെ എന്താണ് ശ്രീരാമനോടെ ലക്ഷ്മണനെ, ഞാൻ പ്രളയകാലത്ത് ലോകങ്ങളെ മുഴുവൻ ദഹിപ്പിക്കണ്ടല്ലോ. ഏതൊരാളാണോ ആ കാലാഗ്നി രുദ്രസ്വരൂപമായ എൻ്റെ പരാക്രമത്തെ ഭരതനും അവൻ്റെ ബന്ധുക്കളൊക്കെ കാണട്ടെ. ഇപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാം എൻ്റെ പരാക്രമം, ശൗര്യം.
ശത്രുക്കളെ നശിപ്പിക്കാൻ അങ്ങ് വളരെ സമർത്ഥനാണ് ഹേ രാമ. അങ്ങ് അഭിഷേകത്തിന് ഒരുങ്ങിക്കോളൂ, യാതൊന്നും കൊണ്ടും വിഷമിക്കേണ്ടാന്ന്. അതെന്താ അറിയോ, അത് വളരെ എന്താണ്, ലക്ഷ്മണന് അങ്ങനെ ദേഷ്യം അടക്കാൻ തന്നെ പറ്റില്ല. കാരണം അനന്തൻ്റെ അവതാരം ആയതുകൊണ്ടേ. കാരണം പ്രളയകാലത്ത് എങ്ങനെയാ വെച്ചാൽ ഈ ആദിശേഷൻ്റെ എല്ലാ മുഖങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വിഷം പുരണ്ട അഗ്നി ഉണ്ടാവും അത്രേ. അതാണത്രേ 3 ലോകത്തിനും ദഹിപ്പിക്കുക. ആ ആദിശേഷനെയാണ് ഇവിടെ കാലാഗ്നി രുദ്രൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ലോകത്തിന് മുഴുവൻ ഇതാവണത്. അപ്പോൾ ലക്ഷ്മണൻ ആദിശേഷൻ്റെ അവതാരമാണെന്ന് നമ്മൾ അംശാവതാരം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ലക്ഷ്മണൻ ഞാൻ അനന്തനാണെന്ന് മറന്നിട്ടില്ല എന്നർത്ഥം. അതാണ് പുരാലോകാൻ പ്രദഹത മേ ശൗര്യം എന്ന്. അനന്തൻ്റെ അവതാരമാണ് അവനോന്നുള്ള ഓർമ്മയോട് കൂടി പറയുകയാണ് എന്ത്, പണ്ട് പ്രളയകാലത്ത് ലോകങ്ങളെ ദഹിപ്പിച്ച ആളാണ് ഞാൻ എന്ന് അറിയാം. വച്ചാൽ അനന്തൻ്റെ അവതാരം, അനന്തൻ്റെ അംശാവതാരമാണെന്ന് നല്ല ബോധത്തോടു കൂടിയാണ് ഇതിൽ ലക്ഷ്മണൻ പറയണത് കേട്ടോ. അദ്യ അവരൊക്കെ കാണട്ടെ എൻ്റെ ശൗര്യം എന്ന്. പ്രളയകാലത്ത് 3 ലോകങ്ങളും ദഹിപ്പിക്കാൻ പോന്ന എൻ്റെ ശൗര്യം ഭരതനും ബന്ധുക്കളും കാണട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം എന്നർത്ഥം. അദ്യ പശ്യന്തു മേ ശൗര്യം ലോകാൻ പ്രദഹത പുരാ രാമ അഭിഷേകായ കുരു യത്നമരിന്തമ. അതുകൊണ്ട് അഭിഷേകത്തിന് വേണ്ട പുറപ്പാടൊക്കെ കൂട്ടിക്കോളൂ. രാമൻ്റെ അഭിഷേകം നടത്തും ഞാൻ, അല്ലെങ്കിൽ നടന്നേ തീരൂ എന്ന് പറയുകയാണ്. ഇനി 17. ധനുഷ്പാണിരഹം തത്ര നിഹന്യം വിഘ്നകാരിണ ഇതി ബ്രുവന്തം സൗമിത്രിം ആലങ്ക്യ രഘുനന്ദന. ധനുഷ്പാണി അഹം, ധനുസ് അതായത് വില്ല് കയ്യിൽ ധരിച്ച ഞാൻ, തത്ര വിഘ്നകാരിണ അതിനെന്തെങ്കിലും, അതായത് ശ്രീരാമൻ്റെ ശ്രീരാമാഭിഷേകത്തിന് ആരെങ്കിലും വിഘ്നം വരുത്തിയാൽ അവരെ നിഹന്യാം ഞാൻ കൊന്നോളാം. ഇതിബ്രുവന്തം സൗമിത്രി, ഇപ്രകാരം പറയുന്ന ലക്ഷ്മണനെ ആലിംഗ്യ രഘുനന്ദന, ആലിംഗനം ചെയ്തു രാമൻ. അത്ര സ്നേഹം കൊണ്ടാണ് പറയണമെന്നൊക്കെ അറിയാം. അപ്പം എന്താണ്, വില്ലും കയ്യിൽ പിടിച്ച് നിൽക്കണ, എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ് ആ ലക്ഷ്മണൻ. പറഞ്ഞു, അങ്ങയുടെ അഭിഷേകത്തെ മുടക്കാൻ ആരാ വരണാച്ചാൽ അവരെയൊക്കെ ഞാൻ എല്ലാവരെയും കൊന്നിടും, എല്ലാവരും ഞാൻ നിഗ്രഹിക്കും. അങ്ങനെ പറയണതാ. അതായത് വില്ലും കയ്യിൽ പിടിച്ചിട്ട് പറയണ, ആരെങ്കിലും ഒരുങ്ങിക്കോളൂ അഭിഷേകത്തിന് രാമ, അങ്ങയുടെ അഭിഷേകത്തിന് വിഘ്നമായിട്ട് ആരെങ്കിലും വന്ന് അവരെ മുഴുവൻ ഞാൻ നിഗ്രഹിച്ചോളാം എന്ന് പറയുന്ന ലക്ഷ്മണനെയാണ് ശ്രീരാമൻ ആലിംഗനം ചെയ്തിട്ട് ഇപ്രകാരം പറയുകയാണ്. അതാണ് ഇനി 18 കേട്ടോ. ധനുഷ്പാണിരഹം തത്ര നിഹന്യാം വിഘ്നകാരിണ ഇതി ബ്രുവന്തം സൗമിത്രിം ആലങ്ക്യ രഘുനന്ദന. ഇനി 18. ശൂരോസി രഘുശാർദൂലാം മാത്യന്തഹിതോ രതഃ ജാനാമി സർവം തേ സത്യം കിന്തു തത്സമയോ നഹി. രഘുശാർദൂല, ഹേ രഘു വംശത്തിൻ്റെ സിംഹം എന്നർത്ഥം. രഘുശ്രേഷ്ഠ, ശൂരഹ അസി, നീ നല്ല വീര്യമുള്ള ആളാണ്. മമ അത്യന്ത ഹിതേ രതഃ, എൻ്റെ ഹിതത്തിൽ എൻ്റെ ഇഷ്ടം നോക്കണ ആളുമാണ്. മമ എൻ്റെ അത്യന്തഹിതേ രതഃ, എൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് സാധിപ്പിക്കുന്ന ആളുമാണ് അങ്ങ്. വലിയ ശൂരനാണ്, എൻ്റെ ഇഷ്ടം സാധിപ്പിക്കുന്ന ആളുമാണ്. തേ സത്യം സർവം ജാനാമി, നിൻ്റെ സത്യത്തെ എല്ലാം ഞാൻ അറിയുന്നു. ഈ സത്യം അച്ഛനോട് പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു. കിന്തു തത്സമയം നഹി, എന്നാൽ അതിനുള്ള സമയമായിട്ടില്ല. നിൻ്റെ സത്യമാക്കാനുള്ള സമയമായിട്ടില്ല. അതായത് എന്താ പറയുക വെച്ചാൽ, ഹേ ശ്രീരാമ, ഏട്ടാന്നോ ശ്രീരാമ ജ്യേഷ്ഠൻ എന്ന് വിളിച്ചെന്ന് പറയാം നമുക്ക്. അങ്ങ് വളരെ പരാക്രമിയാണ്. അല്ലല്ല, ഇത് എന്താണ്, ഇത് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്. ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞല്ലോ, ലക്ഷ്മണൻ്റെ പറയൽ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പറയുകയാണ് ശ്രീരാമൻ. എന്താ പറയണേ, രഘുശാർദൂല, രഘുവംശത്തെ ശ്രേഷ്ഠനായിട്ടുള്ള ലക്ഷ്മണ, നിനക്ക് നല്ല ശൗര്യം ഉണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. നീ ആരുടെ അവതാരാന്നൊക്കെ എനിക്കറിയാം. എൻ്റെ ഹിതത്തിന്
എൻ്റെ ഹിതത്തിന് വേണ്ടി നീ എന്തിനും തയ്യാറാണ്. എൻ്റെ ഇഷ്ടമാണ് നിൻ്റെ ഇഷ്ടം, അതെനിക്കറിയാം. നിൻ്റെ സത്യം എനിക്കറിയാം, ഒക്കെ എനിക്കറിയാം. പക്ഷേ അതിന് സമയമായിട്ടില്ല. അപ്പോൾ എല്ലാവരെയും കൊന്ന എന്നെ രാജ്യാഭിഷേകം ചെയ്യാൻ സമയമായിട്ടില്ല എന്ന്. അതാണ് പറഞ്ഞത്, നീ പരാക്രമിയും എൻ്റെ ഹിതത്തിൽ എനിക്ക് നന്മ വരണയിൽ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ആളും ഒക്കെയാണ്. ഈ കാലാഗ്നിരുദ്രനെ പോലുള്ള നിൻ്റെ നീ ശരിക്കും അനന്തൻ നാഗത്തിൻ്റെ അവതാരമാണെന്നും നീ കാലാഗ്നിരുദ്രന് തുല്യമായിട്ടുള്ള ശക്തി ഉള്ളവനാണെന്നും ഒക്കെ എനിക്കറിയാം. എന്നാലും ആ പരാക്രമം കാണിക്കാനുള്ള സമയമായിട്ടില്ല ലക്ഷ്മണ എന്നാണ് പറയണത്. എനിക്ക് നിന്നെ മനസ്സിലാക്കാം, കാരണം എൻ്റെ നന്മയാണ് നിൻ്റെ സന്തോഷം, അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയണത്. മാത്രമല്ല നിൻ്റെ ശക്തിയെ പറ്റിയിട്ടും ശൗര്യത്തിനെ പറ്റിയിട്ടുമൊക്കെ എനിക്ക് വളരെ ബോധമുണ്ട്. പക്ഷേ ആ പരാക്രമമൊന്നും കാണിക്കായിട്ടുള്ള സമയമായിട്ടില്ല ലക്ഷ്മണ എന്ന് പറയും. ആദ്യം ശൂരോ സിരകുശാർദൂല മമാത്യന്തഹിതോരത ജാനാമി സർവം തേ സത്യം കിന്തു തൽസമയോ നഹി. അതിന് സമയമായിട്ടില്ല നിൻ്റെ പരാക്രമം കാണിക്കാൻ. യദിദം ദൃശ്യതേ സർവം രാജ്യം ദേഹാദികം ചയത് യദി സത്യം ഭവേത് തത്ര ആയാസ സഫലശ്ചതേ. രാജ്യം ദേഹാദികം ച ഇദം സർവം യത് ദൃശ്യതേ. രാജ്യവും നമ്മുടെ ഈ ദേഹവും ഒക്കെ ഈ സർവം ആരാൽ ദർശിക്കപ്പെടുന്നുവോ തത് സത്യം ഭവേദ്യതി, അത് സത്യമായി ഭവിക്കുമെങ്കിൽ തത്രതേ ആയാസഹ സഫല, അതിൻ്റെ പിന്നിൽ പരിശ്രമം കാര്യമുള്ളൂ എന്ന്. എന്താ പറഞ്ഞാൽ വെച്ചാൽ ഈ ലോകത്തിൻ്റെ അനിത്യതയെപ്പറ്റി പറയുകയാണ് ശ്രീരാമൻ. അവിടെയുള്ള ജനങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താനായിട്ടും കൂടി ഉണ്ട് ഇതിങ്ങനെ പറയണത്. എന്താ പറയണത്, ഈ സംസാരം എത്ര അനിത്യമാണ് എന്ന് ലക്ഷ്മണനെയും അവിടെ കൂടിയവരെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമൻ ഇങ്ങനെ പറയണത്. എന്താ പറയണത്, ഹേ ലക്ഷ്മണ, ഇനി ഒരു കാര്യം കൂടി നീ നല്ലോണം ആലോചിക്കണം. അതെന്താ വെച്ചോ, അതായത് ഈ രാജ്യം എന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം, എന്നിട്ട് ഞാൻ രാജ്യാധിപതിയായിട്ടിരിക്കണം എന്നാണല്ലോ നിൻ്റെ ആഗ്രഹം. ആ രാജ്യവും അതിനെ അനുഭവിക്കാൻ പോകുന്ന എൻ്റെ ഈ ശരീരവും, നിൻ്റെ ആഗ്രഹം അതാണ് ഞാൻ രാജാവാവണമെന്ന്. പക്ഷേ ഈ രാജ്യവും രാജാവായിരിക്കുന്ന എൻ്റെ ശരീരവും എന്ന് വേണ്ട ഈ ദൃശ്യപ്രപഞ്ചത്തിൽ ഇന്ന് കാണുന്ന എല്ലാം തന്നെ എന്നും നിലനിൽക്കുന്നതാണെങ്കിൽ, നശ്വരമല്ലെങ്കിൽ, അതായത് ഈ രാജ്യവും അയോധ്യ രാജ്യവും സാമ്രാജ്യവും അത് ഭരിക്കാനായിട്ട് പോകുന്ന എൻ്റെ ദേഹവും ഈ ദൃശ്യപ്രപഞ്ചത്തിൽ ഇപ്പം കാണുന്ന എല്ലാ കാര്യങ്ങളും അനശ്വരമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിനെ സമ്പാദിക്കാനുള്ള നിൻ്റെ പരിശ്രമം നല്ല സഫലമാവും. പക്ഷേ ഇത്ര അനിത്യമായിട്ടുള്ള ഈ സംസാരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് നിൻ്റെ ഈ പരാക്രമം ഉണ്ടല്ലോ, അത് ദുഃഖത്തിൽ അവസാനിക്കുക. അതുകൊണ്ട് നീ അതിനെ പുറപ്പെടണം. എത്ര നല്ല ഒരു ഉപദേശമാണ് കൊടുക്കണത്. എന്താണ് ശ്രീരാമൻ, എന്താ അതോ ബോധ്യപ്പെടുത്താനാണ്. അവിടെ നിൽക്കുന്നവർക്കും മനസ്സിലാവണമല്ലോ. അഥവാ അപ്പം രാജാവായ എന്താ, രാജ്യവും രാജാവായിട്ടുള്ള സമയവും രാജാവായിരിക്കുന്ന സമയത്ത് ആ ശരീരവും എന്തെങ്കിലും അനശ്വരാണോ? അല്ല. എന്താ ഇവിടെ കാണുന്ന എല്ലാ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്ന ഏത് സാധനങ്ങളാണ് നശിക്കാതെ ഉള്ളത്? എല്ലാറ്റിനും ഒരാരംഭവും ഒരവസാനവും ഉണ്ട്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന സുഖം അങ്ങനെയാണ്. സുഖം തോന്നിയാൽ പോലും അതും കുറച്ച് നേരം ഉണ്ട്, അത് കഴിഞ്ഞാൽ അവസാനിക്കും. അപ്പം എന്താ ശ്രീരാമൻ പറഞ്ഞ വെച്ചാൽ, അനശ്വരമായ സുഖത്തിന് വേണ്ടി പ്രയത്നിക്കല്ലാതെ, അനശ്വരമായ സുഖത്തിന് വേണ്ടി പരാക്രമം കാണിക്കല്ലാതെ ഇരിക്കുന്നത് വിഡ്ഢിത്താണ്. കാരണം എത്ര ഈ നശ്വര സുഖങ്ങളൊക്കെ അവസാനിക്കുക, അപ്പോൾ ദുഃഖമാവും. പിന്നെ അതാണ് ഫലവത്താവില്ല എന്ന് പറഞ്ഞ. നീ അതാലോചിക്കണം. എത്ര നശ്വരാണ് ഈ ലോകം തന്നെ. അങ്ങനെ നശ്വരമായ ഈ ലോകത്തിലത്തെ ഈ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നിൻ്റെ പരാക്രമം ഉപയോഗിച്ചാൽ അത് ദുഃഖത്തിനിട വരുത്തേയുള്ളൂ. കാരണം അത് നഷ്ടപ്പെടും, ആ കിട്ടിയ സുഖേ. അതുകൊണ്ട് അത് ഫലവത്താവില്ല. നേരെ തിരിച്ച് അനശ്വരമായിട്ടുള്ള സുഖത്തിനാണ് നിൻ്റെ ഈ പരിശ്രമം വെച്ചാൽ അത് ഫലവത്തായി തന്നെ തീരും. ആ അനശ്വര സുഖം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ലല്ലോ, അനശ്വരല്ലേ.
അതാണ് പറഞ്ഞത്. യദിദം ദൃശ്യതേ സർവം രാജ്യം ദേഹാദികം ചയത് യതി സത്യം ഭവേത്തത്ര ആയാസ സഫലശ്ചതേ. അനശ്വര സുഖത്തിന് വേണ്ടിയിട്ടുള്ള ആയാസേ സഫലാവുള്ളൂ എന്ന്, അല്ലെങ്കിൽ അത് ദുഃഖമാണ് ഉണ്ടാവുക. ഇനി 20 ഭോഗ മേഘവിതാനസ്ഥ വിദ്യുല്ലേഖേവ പചഞ്ചലാഃ ആയുരപ്യഗ്നിസന്തപ്തലോഹസ്ഥജലബിന്ദുവദ്. ഭോഗാഹ, ഈ ഭോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, സുഖഭോഗങ്ങളെ, മേഘവിതാനസ്ഥ വിദ്യുല്ലേഖ ഇവ ചഞ്ചലാഹ. എന്താണ്? മേഘവിതാനസ്ഥ വിദ്യുല്ലേഖ ഇവ ചഞ്ചല. ഏതുപോലെ ചഞ്ചലാണ്? മേഘത്തിൽ കാണപ്പെടുന്ന ഇടിമിന്നലില്ലേ, മിന്നൽ പോലെ ചഞ്ചലാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ സുഖഭോഗങ്ങൾ മുഴുവൻ ഇടിയുടെ സമയത്ത്, അതായത് മേഘങ്ങളിൽ നമ്മൾ ഒരു മിനിറ്റ് ഇങ്ങനെ കാണുന്ന ഇടിമിന്നൽ പോലെ വരും അപ്രത്യക്ഷമാവും. അത്ര നശ്വരങ്ങളാണെന്ന് പറയാണ് ഭോഗങ്ങളെ. ആയുസ്സും അതെ. അഗ്നിസന്തപ്ത ലോഹ സ്ഥ ജലബിന്ദുവത്. എങ്ങനെ, എന്താ പറയണറിയോ? അഗ്നിസന്തപ്തം, അതായത് നല്ല ചുട്ട് പഴുത്ത ഒരു ഇരുമ്പ് തകിടിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു വെച്ചോട്ടെ, എന്താ ഉണ്ടാവുക? ഉടനത് ആവിയാവും. അത്ര സമയം അതിൻ്റെ ആയുസുള്ളൂ അല്ലേ? അതുപോലെയാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ സുഖഭോഗങ്ങളും അത്ര നൈമിഷികമാണെന്ന് പറയാണ്. അപ്പം നീയിപ്പോൾ എന്നെ രാജ്യത്ത് രാജാവാക്കി അതൊക്കെ ഇതാ പറയുമ്പോഴേക്കും കഴിയും. എൻ്റെ അഭിഷേകം ചെയ്താലും എൻ്റെ രാജ്യഭരണ കാലമൊക്കെ അതൊന്നും അനശ്വരല്ല ലക്ഷ്മണ. ഏതുപോലെ വെച്ചാൽ ഈ നല്ല ധാരാളം മേഘം ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നൽ വരും അപ്രത്യക്ഷമാവും. അതുപോലെയുള്ളൂ ഭോഗങ്ങൾ. പിന്നെ ഒരു ഉദാഹരണം കൂടിയും പറഞ്ഞു. ചുട്ട് പഴുത്ത ഒരു ചെമ്പ് തകിടിലോ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് തകിടിലോ ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ ഉടനത് ഇവാപ്പറേറ്റ് ചെയ്ത് പോവില്ലേ, ആവിയായിട്ട് പോവും. എത്ര കാലമുണ്ട് അതിൻ്റെ, എത്ര സമയമുണ്ട് അതിൻ്റെ ആയസ്. അതുപോലെയാണ് എല്ലാ ഭോഗങ്ങളുടെയും ആയസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ലോകത്തിൽ കാണപ്പെടുന്ന എല്ലാ സുഖഭോഗങ്ങളും മിന്നൽപ്പിണര് പോലെ ചഞ്ചലങ്ങളാണ്. അവയിൽ നിന്ന് ലഭിക്കുന്ന സുഖത്തെ ഏതുപോലെയാണ്? അല്ലെങ്കിൽ അവയിൽ നിന്ന് ലഭിക്കുന്ന സുഖത്തെ അനുഭവിക്കുന്ന മനുഷ്യൻ ജീവൻ്റെ കാലം, എത്ര കാലം എന്നുള്ളത് ഏതുപോലെയാണ്? പഴുപ്പിച്ച ഇരുമ്പിൽ ഒഴിച്ച വെള്ളത്തുള്ളി പോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാലം. അത്ര വേഗം അതും കഴിയും. അതാണ് എത്ര നല്ല വലിയ വളരെ നല്ല പിന്നെന്താണ് ഉപദേശമാണ് ലക്ഷ്മണന് ഈ സമയത്ത് ശ്രീരാമൻ കൊടുക്കണത്. ഭോഗ മേഘ വിതാനസ്ഥ വിദ്യുല്ലേഖേവ ചഞ്ചല ആയുരപ്യഗ്നിസന്തപ്ത ലോഹസ്ഥ ജലബിന്ദുവത്. അല്ലേ, എത്ര നല്ല ഉദാഹരണമൊക്കെയാണ്. ഒന്നും കൂടിയും ചെയ്യാമെന്ന് വിചാരിക്കണു ഞാൻ. യഥാ വ്യാളകളസ്ഥോപി ഭേഗോ ദംശാനാപേക്ഷതേ തഥാ കാലാഹിനാഗ്രസ്തോ ലോകോ ഭോഗാനശാശ്വതാൻ. ഒരു ഉദാഹരണം കൂടി. വ്യാളകളസ്ഥ അഭിഭേഗ, അതായത് ഒരു സർപ്പത്തിൻ്റെ കഴുത്തിൽ അല്ലെങ്കിൽ വായലിരിക്കണ തവള, ഭേഗം തവളയാണ്. വ്യാളഗളം എന്താ? സർപ്പത്തിൻ്റെ കഴുത്തിൽ ഇരിക്കണ തവള, അല്ലെങ്കിൽ ഇങ്ങനെ വിഴുങ്ങാറായപ്പോൾ. ദംശാൻ യഥ അപേക്ഷതേ, അതായത് ഈച്ച മുതലായത് വിഴുങ്ങി കഴിഞ്ഞിട്ടില്ല, വിഴുങ്ങാനിങ്ങനെ റെഡിയായിട്ട്, അപ്പോൾ തവളയുടെ മുഖം പുറത്തേ എത്തിയിട്ടുള്ളൂ എന്ന് വെച്ചോളൂ. അപ്പോൾ ആ തവളുടെ അടുത്തു കൂടെ ഈച്ചകളൊക്കെ പറഞ്ഞാലേ ആ ഈച്ചകളെ എപ്രകാരം അപേക്ഷിക്കുക, അതിനെ പിടിക്കാൻ തവള നോക്കും. അവനോനോ മരിക്കാറായി കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മരിക്കാനിങ്ങനെ വിഴുങ്ങി വായിൽ വെച്ചിരിക്കുക, പക്ഷെ മുഴുവൻ വിഴുങ്ങിയിട്ടില്ല. അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ കാണാൻ തല. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ ഈച്ച പറക്കുമ്പോൾ ഈ തവള അതിനെ പിടിക്കാൻ ശ്രമിച്ചാൽ അതെങ്ങനെയായിരിക്കുമോ അപ്രകാരം കാലാഹിനാഗ്രസ്ത ലോക, കാലമാകുന്ന സർപ്പത്തിൻ്റെ വായയിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഈ അശാശ്വതാൻ ഭോഗാൻ അപേക്ഷതേ, ഇങ്ങനെ നശ്വരങ്ങളായ സുഖങ്ങളെ നമ്മൾ പോണത്, അതായത് നമ്മളൊക്കെ കാലസർപ്പത്തിൻ്റെ വായയിൽ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ സുഖങ്ങളൊക്കെ ഇങ്ങനെ ഈ തവള ഈച്ച കാണുന്ന പോലെ കാണാണ്ട്.
അതിൻ്റെ കൂടെ അതിനെ നമ്മൾ പിടിക്കാൻ പോയാൽ ഏതുപോലെയാണ്? ഈ തവളയുടെ വായയിൽ ഓൾമോസ്റ്റ് വിഴുങ്ങാറായിട്ടിങ്ങനെ ഇപ്പം വിഴുങ്ങൽ മുഴുവൻ കഴിയുന്നതായിട്ടുള്ളൊരു തവള എങ്ങനെ ഈച്ചകളെ പിടിക്കാൻ ആഗ്രഹം കാണിച്ച് അതിൻ്റെ പിന്നാലെ പോവാൻ വിചാരിക്കുന്നു? അതുപോലെ വിഡ്ഢിത്താണ് നമ്മളും, കാലസർപ്പത്തിൻ്റെ പിടിയിൽപ്പെട്ട നമ്മളും ഈ ശാശ്വതമല്ലാത്ത സുഖങ്ങളുടെ പിന്നാലെ പോകുന്നത് അതുപോലെ വളരെയധികം ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. അതായത് സർപ്പത്തിൻ്റെ ഈ കണ്ടത്തിലിരിക്കണ തവള അടുത്തുള്ള ഈച്ച മുതലായതിനെയൊക്കെ പിടിക്കാൻ വേണ്ടി നോക്കും. അടുത്ത നിമിഷത്തിൽ, അതായത് നോക്കും, പക്ഷേ ഒരു വിതിൻ സെക്കൻഡ്സ് തവള പാമ്പിൻ്റെ വയറ്റിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും. അതറിയാതെയാണ് തവള അങ്ങനെ ചെയ്യണത്. എങ്ങനെയെങ്കിലും അതിനെ കിട്ടി തിന്നാലോ, പക്ഷെ ഇപ്പം അവനവനെന്നെ തിന്നെയാണ് പാമ്പേ. അതുപോലെയാണ് നമ്മളും കാലസർപ്പത്തിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന ഈ ലോകം അശാശ്വതമായിട്ടുള്ള, ശാശ്വതങ്ങളല്ലാത്ത സുഖങ്ങളെ ആഗ്രഹിക്കുന്നത് ശരിക്കും അതുപോലെയാണ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. വളരെ നല്ല ഉപദേശമാണ്. ഇനിയും കുറച്ചും കൂടി ഉണ്ട്. യഥാ വ്യാളകളസ്ഥോപി ഭേഗോ ദംശാനാപേക്ഷതേ തഥാ കാലാഹിന ഗ്രസ്തോ, അഹി പറഞ്ഞ പാമ്പാണ്, കാലാഹിന വെച്ചാൽ കാലസർപ്പം. തഥാ കാലാഹിന ഗ്രസ്തോ ലോകോ ഭോഗാൻ അശാശ്വതാൻ, ശാശ്വതമല്ലാത്ത സുഖങ്ങളുടെ പിന്നാലെ പോണത് അതേപോലെ വളരെ ഒട്ടും തന്നെ അഭിലഷണീയല്ല എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.